അപ്പോൾ സമയം 10:35 ഞങ്ങൾ പഴയ ക്ലോക്കാട്ടോ, ഒരുപാട് പഴക്കമുള്ള ക്ലോക്കാണ്. ഈ ക്ലോക്കുമ്പോൾ തന്നെ തുടങ്ങാം. ഇന്നത്തെ ബ്ലോഗ് വീട്ടിലത്തെ ജോലികളാണ്. ഇതാ ഇടിക്കലും തുടക്കലും എല്ലാം ക്ലീനായി. 10:30 ആയിട്ടോ. 10:30 ആയപ്പോഴത്തേന് എൻ്റെ എല്ലാ ജോലിയായി. അപ്പോൾ ഇനി കുറച്ച് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഇതിനിടക്ക് വീടൊക്കെ ഒന്ന് കാണിക്കാം. സ്ഥിരം ചെയ്യുന്ന ജോലികളാണ്. എല്ലാം അടിച്ച് തുടച്ച് ക്ലിയറാക്കി. എല്ലാ പണിയായി, എല്ലാം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി അലക്കാനുണ്ട്. അടുക്കളയിലും ചക്ക ഇരിക്കുന്നുണ്ടോ. അദ്ദേഹത്തിനിപ്പോൾ വെട്ടി മുറിച്ച് ഒരു കറിയൊക്കെ ആക്കണം, ഒരു പുഴുക്കുണ്ടാക്കണം. അതിൻ്റെ ഇടയ്ക്ക് വീട്ടിലത്തെ പണിയെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അലക്കാനുണ്ട് കേട്ടോ. അലക്കാൻ ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. അലക്കലും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ചക്കേൻ്റെ പണി നോക്കാം. ഇനി നമ്മൾ ചക്ക അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിന് ചെറിയൊരു കഷ്ണം മുറിച്ചിട്ട് നമുക്ക് ഇന്ന് പുഴുക്കുണ്ടാക്കാം. ചെറിയ കഷ്ണം എടുത്ത് ഫുള്ളായിട്ട് ഇടുന്നില്ല. മടല്ല അപ്പോൾ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ചെറിയൊരു കഷ്ണം എടുക്കുന്നുള്ളൂ. നമുക്കതൊക്കെ നന്നാക്കി ചുള പറിച്ച് വൃത്തിയാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ചക്ക കഴുകി വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഒരിത്തിരി മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷം ജീരകം, തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും സാധനം അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഒന്ന് വേവിക്കാൻ വെക്കാം. 3 പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ജീരകം, ഇച്ചിരി തേങ്ങ. കുറച്ചേ ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട് കുറച്ചേച്ചേ എടുത്തുള്ളൂ കേട്ടോ. എല്ലാം എരിവ് ചെറിയ ചെള്ള് അധികം മൂക്കാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത്. നമുക്കതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അധികം അറിഞ്ഞിട്ടില്ല, അത്രയുള്ളത്. നന്നായി തള വന്നതിന് ശേഷം നമുക്കിത് വറുവിടാം. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിൽ കടുകും കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് താളിച്ച് വെച്ചാൽ നമ്മൾ ചക്ക റെഡി. കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാ സാധനം കുറേശ്ശെ എടുത്തിട്ട് വരും. അപ്പോൾ അത് ചക്ക താളിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു വാഴൻ്റെ ഇലയിലേക്ക് വിളമ്പാം. 10:30 ഞാൻ എല്ലാം റെഡിയായി. ചക്കൊക്കെ മുറിക്കാൻ ഇറങ്ങി. ഇതാ 11:45 ചക്കപ്പുഴുക്ക് റെഡി. അപ്പോൾ നമ്മളെ ചക്കക്കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നല്ല നാരങ്ങച്ചാറിൻ്റെ ലേശം നീര് മാത്രമേ ഉള്ളൂ. കഷ്ണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടുവെള്ളം നമുക്ക് കഴിച്ചാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി ഞാൻ കഴിക്കാൻ പോവാണ്. ചൂടുവെള്ളമാണ്, ചായ കുടിക്കില്ല, ഷുഗറാണ്. ചക്ക ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ചക്കൊക്കെ ഈ സമയത്ത് സീസണിലല്ലേ കിട്ടുള്ളൂ. ചൂടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് എടുക്കുക, അച്ചാറിൽ മുക്കുക. ആഹാ, അടിപൊളിയാണ്, സൂപ്പറായിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ എന്തായാലും പെട്ടെന്ന് ഉണ്ടാക്കി എല്ലാ പണിയും കഴിഞ്ഞ് ഇനി ചക്കപ്പുഴുക്ക് നിന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാം. ഇതാ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഞെക്കിയാൽ ഞാൻ ഇടുന്ന വീഡിയോ അന്നേരം തന്നെ നിങ്ങളിലേക്ക് എത്തും. അപ്പം
ടാറ്റാ.